ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലോ ഡൽഹിയിലോ അല്ല, തിരുവനന്തപുരത്തെ നമ്മുടെ സ്വന്തം കവടിയാറിലാണ്. ഈ ഒരു ചൂടുകാലത്ത് നടന്ന് ക്ഷീണിച്ചു വരുന്ന ഏതൊരു വ്യക്തിക്കും ആശ്വാസമാകാൻ ഇവിടത്തെ ഈ മരങ്ങൾക്ക് സാധിക്കും. തിരുവനന്തപുരത്തെ ഈ വീതിയിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോയവർ വീണ്ടും വരാൻ തോന്നുന്ന എന്തോ ഒന്ന് ഈ പാതയിലുണ്ട്. അതിന് പ്രധാന കാരണം ഇടതോർന്ന് ആകാശം മുട്ടി നിൽക്കുന്ന തണൽ മരങ്ങളാണ്. നഗരത്തിലെ ആഘോഷങ്ങളിൽ ഇവർക്കുള്ള പങ്ക് വളരെ വലുതാണ്. പൊരിവെയിലിൽ വെന്തുരുകി മറ്റു പാതകളിൽ കൂടി കയറി ഒടുവിൽ ഈ റോഡിലേക്ക് എത്തുമ്പോഴാണ് പലർക്കും ഒരു ആശ്വാസം കിട്ടുന്നത്. നഗരത്തിന്റെ മുഖമുദ്രയാണ് ഈ മരങ്ങൾ. ഈ മരം നിൽക്കാൻ നല്ലൊരു സഹായമാണ് നമുക്കൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാല് തണലും വെയിലില്ലാതെയും അധികം ചൂടും ഇല്ല. നല്ല എത്ര നാളായിട്ട് ഇവിടെ ഇരിക്കുന്നു? ഞാനിപ്പോ ഒരു വർഷമായി. ഈ മരം ഒരു ആശ്വാസമാണ്. ആശ്വാസമാണ്. ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. വെയിലത്തായിരുന്നാലും മഴയത്തായിരുന്നാലും എനിക്കൊരു ആശ്വാസമാണ്. ഈ തണൽ ഇവിടെ നിൽക്കേണ്ടത് മനുഷ്യന്റെ മാത്രമല്ല, മറ്റനേകം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് കൂടിയാണ്. ഈ ഒരു ചൂടുകാലത്ത് തിരുവനന്തപുരത്തെ എല്ലാ ആളുകളും ഈ കവടിയാറിലെ ഈ മരത്തണലിൽ വന്ന് ആസ്വദിക്കേണ്ടതാണ്. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ സാരംഗി, സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.